ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 15 ഡേ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ചിൻ്റെ 60 ഡേയ്സ് ചലഞ്ചിൻ്റെ 4/1 ഭാഗം കഴിയുകയാണ് കേട്ടോ. ആരും പേടിക്കണ്ട, 4/1 ഭാഗമേ കഴിയുന്നുള്ളൂ, ബാക്കി 3 ഭാഗം പെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. മൺഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത്, മൺഡേയുടെ ക്ലാസ് വരുന്നത് ഇന്ന് ഫ്രൈഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മൺഡേ നമ്മൾ ഇത്ര നാൾ എന്താണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം എന്താ പറയുക സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രോത്ത് വന്നിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ തന്നെ നിങ്ങളെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാരണം, നാളെയും മറ്റന്നെയും കൊണ്ട് എന്തെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് പഠിക്കുകയല്ല മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ഭാഷ പഠിച്ചെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, മനസ്സിലാക്കി എടുക്കുകയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും കണ്ട് അത് നല്ല പോലെ തറവാക്കി വെക്കുക. ഞാൻ എടുത്ത കാരണം ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ ഒന്നും പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. ഓൺലി 20 സെൻറ്റൻസസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക, നമ്മൾ പഠിപ്പിച്ചതിൽ നിന്ന് ഈ 15 ക്ലാസ്സസ് നിന്നാണ് ഞാൻ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചെഴുതേണ്ട കാര്യമൊന്നും വരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അപ്പ ചെയ്താൽ മാത്രമേ നമ്മൾ എന്തും നേടിയെടുക്കൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മൺഡേത്തെ ക്ലാസ് ടെസ്റ്റാണ്. ഇപ്പോൾ ജസ്റ്റ് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഈ 2 ദിവസവും നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺഡേ ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റ് തരും. ഓക്കെ, നമുക്കറിയണ്ടേ നമ്മൾ എത്രത്തോളം വല്ല ഉപകാരം ഉണ്ടോ എന്ന് അറിയണ്ടേ ചെയ്യുന്നതിലൊക്കെ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8th ക്ലാസ്സിലൊരു എന്താ പറയുക കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഞാൻ പരിചയപ്പെടുത്തി തന്നിരുന്നു അല്ലേ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഒരു പാട്ട് വേണമെന്നിട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. 8th ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി അതിന് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ വേർഡ്സ് ആഡ് ചെയ്തുകൊണ്ട് ഉള്ള ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ക്യായാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാ വെച്ച് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെൻറ്റൻസ് പറഞ്ഞിരുന്നു, എന്തെന്നാണ് ആപ്പോ ക്യാ ചായേ, നിനക്ക് എന്ത് വേണം. ഇപ്പം ആരും എഴുതിയെടുക്കേണ്ട, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, നിനക്ക് എന്ത് വേണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചോദിക്കേണ്ടത് വേറൊരു സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാ വരുന്നത്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചോദിക്കല്ലേ, ഞാനിത് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും അല്ലേ. അതെങ്ങനെ ചോദിക്കുക, അഗർ മേ യേ കിയാ തോ മുജെ ക്യാ മിലേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അഥവാ എന്നാട്ടോ അർത്ഥം വരുന്നത്. അഥവാ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, പലരും ചോദിക്കുന്നതാണല്ലേ. അഗർ മേ യേ കിയാ തോ മുജെ ക്യാ മിലേഗ, ക്യാ, മനസ്സിലായോ. ഇനി അടുത്ത സെന്റൻസ് നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ ഫ്രണ്ട്സിനോട് നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ, ക്യാ ആപ് മേരെ സാത്ത് ആ രഹേ ഹോ ടീക്കെ. അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇത്ര പൊളൈറ്റായിട്ടൊന്നും സംസാരിക്കത്തില്ല അല്ലേ. നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ എങ്ങനെ ചോദിക്കണേ, ആപ് മേരെ സാത്ത് ആരേക്കാ അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ പഠിച്ചു വെക്കണം. അത് നല്ലപോലെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ഷോർട്ട് കട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോർമലി വീട്ടിലൊക്കെ ചോദിക്കുന്ന പോലെ ഇന്ന് കഴിക്കാൻ എന്താ ഉണ്ടാക്കിയേ എന്ന് ചോദിക്കില്ലേ. ഇതിന് മുമ്പ് ഞാനൊരു ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു സെൻറ്റൻസ്, ഇന്ന് ഭക്ഷണത്തിന് എന്താണെന്നുള്ളത് അല്ലേ. ഇന്ന് കഴിക്കാൻ എന്താണ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ചോദിക്കുന്നത്, ആജ് ഖാനെ മേ ക്യാ ബനായ. മനസ്സിലായോ, ആജ് ഖാനെ മേ ക്യാ ബനായ. ശരി, ഇപ്പം നമ്മൾ ക്യാ വെച്ച് 2-3 സിറ്റുവേഷൻസ് നോക്കി അല്ലേ. ഇനി നമുക്ക് കബ് വെച്ച് നോക്കാം. കബ് നാൾ പറഞ്ഞല്ലേ പ്രോഗ്രാം എപ്പോഴാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ, ഫിലിം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഫിലിം എന്ന് പറയുന്നത് ഫീമെയിൽ വേർഡാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്താ പറയുക ഫീമെയിൽ സെൻറ്റൻസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫിലിം എപ്പോഴാണ് തുടങ്ങുന്നത് എങ്ങനെ ചോദിക്കുക, ഫിലിം കബ് ശുരു ഹോഗി എന്ന് വെച്ചതാണ് സ്ത്രീലിംഗമായതുകൊണ്ട്, ഫിലിം സ്ത്രീലിംഗമായതുകൊണ്ട്. നമ്മൾ ആണായാലും പെണ്ണായാലും നമ്മൾ ഫിലിമിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ കബ് ശുരു ഹോഗി എന്നാണ് വരിക കേട്ടോ. ശുരു ഹോഗ എന്നല്ല ശരിക്കും റൈറ്റ് വേർഡ്. ഇൻ കേസ് നിങ്ങളുടെ വായത് ഹോഗാന്ന് വീട് പോയി വെച്ച് ടെൻഷൻ മേടിക്കണ്ട കേട്ടോ. ശരി, ഇനി അതുപോലെ തന്നെ ഒരു സ്ത്രീലിംഗം വേർഡ് തന്നെ ഞാൻ പറഞ്ഞുതരാം.
നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ബസ് എപ്പോഴാണ് വരിക? ഇതിൽ നമ്മൾ ബസ്സാണ്, ബസ് സ്ത്രീലിംഗമാണ്. അപ്പം ഇത് നമ്മൾ സ്ത്രീലിംഗമായിട്ട് തന്നെ, ആണായാലും പെണ്ണായാലും സ്ത്രീലിംഗമായിട്ട് പറയണം. ട്രിവാൻഡ്രം ജാने के लिए बस कब आएगी? आएगी, आएगा എന്നല്ല, आएगी എന്നാണ്. ഇതിലൊരു കാര്യം ഞാൻ പറയാം, സ്ത്രീലിംഗം പുല്ലിംഗം നിങ്ങൾ എന്താ പറയണ അതിനെക്കുറിച്ച് ഒരിക്കലും ബോധേടാവണ്ട. നമ്മൾ ഒരു ഭാഷ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തുടങ്ങിക്കഴിഞ്ഞ് കുറേ നാളുകൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് തിരുത്താനായിട്ട് പറ്റും. നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു പോയാൽ പോരെ എന്ന് വെച്ച് നമുക്ക് വായ തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്ത്രീലിംഗങ്ങൾ അത് ഞാൻ എന്തായാലും ക്ലാസ്സുകളിൽ കവർ ചെയ്ത് പോകും. അതുപോലെ തന്നെ ക്ലാസ് കുറേ അങ്ങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ത്രീലിംഗവും പുല്ലിംഗവും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയും നദികളെല്ലാം സ്ത്രീലിംഗമാണ്. പക്ഷെ നദികളിലെ എല്ലാ നദികളും സ്ത്രീലിംഗമല്ല, ചില നദികൾ പുല്ലിംഗവും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പം അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പുല്ലിംഗമായിട്ട് സംസാരിച്ച് പോയി എന്ന് വെച്ചിട്ട് ഒന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ നമുക്ക് തിരുത്താം, ടൈമുണ്ട്. ഓക്കെ, അടുത്തൊരു സെന്റൻസ് നമ്മളിപ്പോൾ ആരോടും ചോദിക്കും അല്ലേ, എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ ഒരു സാധനം കയ്യിൽ കൊടുത്തിട്ട് ഇത് നീ എനിക്ക് തിരിച്ചപ്പോൾ തരുന്ന് ചോദിക്കും അല്ലേ, വാപ്പസ് കബ് ദോഗി എന്ന് ചോദിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും, അത് നീ എപ്പോൾ തരും എന്ന് എനിക്ക് ചോദിക്കില്ലേ. അപ്പം നീ ഇത് എനിക്ക് എപ്പോൾ തരും, നോട്ട് ചെയ്തിരിക്കും കേട്ടോ. നീ ഇത് എനിക്ക് എപ്പോൾ തരും, അതിനെങ്ങനെ പറയാം? ആപ് മുझे ये कब दोगे, അതാണ് എൻ്റെ റൈറ്റ് ക്വസ്റ്റ്യൻ സെന്റൻസ്. ഓക്കെ, ആപ് മുझे ये कब दोगे. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് കഹാം. ഞാൻ പറഞ്ഞിരുന്നു കഹാം എന്ന് പറയുന്നിടത്ത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വേർഡും കൂടി യൂസ് ചെയ്യാൻ പറ്റും, കിദർ. ഓക്കെ, കഹാം കിദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എവിടെ. അപ്പോൾ നീ എവിടെ പോയിരുന്നു നമ്മൾ എങ്ങനെ ചോദിക്കാം, ആ കഹാം ഗയേ. ഇനിയിപ്പോൾ ആ കിദർ ഗയേ എന്ന് ചോദിച്ചാലും റൈറ്റാണ്. ഓക്കെ, നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും കൂടുതൽ ഏതാണ് യൂസ് ചെയ്ത് വരുന്നത്. ആ കഹാം ഗയേ അതാണ് ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നീ എവിടേക്കാണ് നോക്കുന്നത്. ഇപ്പം ചോദിക്കാം, നീ എവിടേക്ക് നോക്കണേ എന്ന് ചോദിക്കില്ലേ, നീ എവിടേക്കാണ് നോക്കുന്നത്. ആപ് കഹാം ദേഖ് രഹേ ഹോ. ആപ് കഹാം ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. ആപ് കഹാം ദേഖ് രഹേ ഹോ, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇനി എവിടെ തിരയണം, അതെങ്ങനെയാ പറയാം, എവിടെ തിരയണം. നമ്മളിങ്ങനെ ചോദിക്കും എവിടെ തിരയണത് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ എവിടെ തിരയണം. കഹാം ढूंढना है, അതാണ് എൻ്റെ എന്താ പറയുക സെന്റൻസ്, കഹാം ढूंढना है. ഓക്കെ, അപ്പൊ കിദർ വെച്ചിട്ടാണെങ്കിൽ കിദർ ढूंढना है. അപ്പൊ നമുക്ക് ആ കിദറും കഹാമും എന്താ പറയുക ഈക്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് വേർഡ്സ് ഞാൻ പറഞ്ഞിരുന്നു, കോൺ കിസ്നെ. ഓക്കെ, പക്ഷേ നമ്മൾ കഹാമും കിദറും യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് കോനും കിസ്നെയും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണമുണ്ട്. നമ്മളിപ്പോൾ പറയാണ് എന്തുവാണ്, കോൺ ബോല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞു, ആരാ പറഞ്ഞേ, കിസ്നെ ബോല ആരാ പറഞ്ഞേ, രണ്ടിനൊരു അർത്ഥം അല്ലേ. അല്ലെങ്കിൽ കോൺമാര, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാ കേട്ടോ സെന്റൻസുകളാണ്, അതുകൊണ്ട് ഞാൻ താഴെ എഴുതി കാണിക്കത്തില്ല. കോൺമാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് അടിച്ചത്, കിസ്നെ മാര ആരാണ് അടിച്ചത് അല്ലേ. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഒരാൾ വരുമ്പോൾ ഹാ ഈ കോനാരേ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. നമ്മൾ ഇത് ആരാ വരണേ, ഈ കിസ്നെ ആരേ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല, അത് തെറ്റാണ്. കാരണം ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടിപ്പ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക, ഈ നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ സംസാരിക്കണം. ഇപ്പോൾ നമ്മൾ ഒരാളെ അടിച്ചു, അത് കഴിഞ്ഞ കാര്യം നമ്മൾ ചോദിക്കുന്നത് കിസ്നെ അല്ലേ, കിസ്നെ മാര അടിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ കിസ്നെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പല കാര്യങ്ങളിലും അങ്ങനെയാണ് വരുന്നത്. ചെയ്ത് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കിസ്നെ ബോല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതിപ്പോൾ കോൻ ആരെ, ഒരാൾ വന്നുകൊണ്ടിരിക്കുക അല്ലേ, അപ്പോൾ നമുക്ക് കിസ്നെ ആരെയെന്ന് അവിടെ ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല, കോൻ ആരെയെന്ന് തന്നെ ചോദിക്കണം. ഓക്കെ, ശരി. ഉദ്ഘാടനത്തിന് ആരാ വരുന്നത് നമ്മൾ ചോദിക്കില്ലേ മലയാളത്തിന്, ഉദ്ഘാടനത്തിന് ആരാ വരുന്നത്, ഇനോഗ്രേഷൻ ആരാ വരുന്നത്, എങ്ങനെ ചോദിക്കാം, ഉദ്ഘാടൻ മേ കോൻ ആരെ, കോൻ ആ രഹാ ഹെ എന്നാണ് ഷോർട്ട്, കോൻ ആരെ. ഉദ്ഘാടനം എന്നാണ് ഹിന്ദിയിൽ പറയാം. ഓക്കെ, ഇനോഗ്രേഷൻ അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാലും മതി. ഇനോഗ്രേഷൻ മേ കോൻ ആരെ, കോൻ ആ രഹാ ഹെ. ഓക്കെ, ഇനി ഒരു സെന്റൻസ്, നിന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചോദിക്കാൻ. അപ്പോൾ എങ്ങനെ ചോദിക്കാം,
आपके साथ കോൺ താ കിസ്നെ താന്ന് വരില്ല കേട്ടോ. आपके साथ കോൺ താ നിന്റെ കൂടെ ആരായിരുന്നു, മനസ്സിലായോ? ശരി, ഇനി ഒരു സെന്റൻസ്. ഇതെല്ലാം ആരാ അലങ്കരിച്ചത്? ഈ അലങ്കരിക്കുന്നതിന് ഞാനൊരു വേർഡ് പറഞ്ഞു തന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അലങ്കരിക്കുക, ഡെക്കറേഷൻ എന്താ പറയാ, സജാന അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആരാ അലങ്കരിച്ച് എന്ന് നമ്മൾ ചോദിക്കാം. ये सब ये किसने सजाया, ये किसने सजाया, കോൺ സജായ എന്നും ചോദിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ചെയ്തു വെച്ച കാര്യങ്ങളിൽ കൂടുതൽ സ്യൂട്ട് ആവുന്നത് കിസ്നെയാണ്. ഓക്കെ, ये सब किसने सजाया. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുകയാണ്, കുറേ ഇങ്ങനെ പണികളുണ്ട്, ഇതെല്ലാം ആരാ ചെയ്യുക? നമ്മൾ ചോദിക്കില്ലേ, ഇതെല്ലാം ആരാ ചെയ്യുക? ये सब कौन करेगा, ഇതെല്ലാം ये सब कौन करेगा, സബ് എന്ന് പറഞ്ഞാൽ എല്ലാം. ये सब कौन करेगा, ഇതെല്ലാം ആരാ ചെയ്യുക? മനസ്സിലായോ? ഇനി കിസ്നെ വെച്ചിട്ട് നിന്നെ സൈക്കിൾ ചവിട്ടാൻ ആരാണ് പഠിപ്പിച്ചത്? നമ്മൾ ചോദിക്കുകയാണ് ഒരു സെന്റൻസ്. നിന്നെ സൈക്കിൾ ചവിട്ടാൻ ആരാ പഠിപ്പിച്ചത്? आपको साइकिल चलाना किसने सिखाया, आपको साइकिल चलाना किसने सिखाया എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ സൈക്കിള് ചവിട്ടാനാണ് ആരാണ് പഠിപ്പിച്ചത് കേട്ടോ. ശരി, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കോൺ എന്താണ്, കിസ്നെ എന്താണ്. ഏകദേശം ഒരുപോലെ കഹാം കിദർ പോലെ തന്നെ വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. എങ്കിൽ പോലും ഇത് നമുക്ക് എന്താ പറയാ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ശരി, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വേർഡ്. ഒരു വേർഡാണ് കോൺസ. കോൺസ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ, ഇല്ലാന്ന് എനിക്ക് തോന്നണേ. കോൺസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കേട്ടോ. അപ്പോൾ അതിനൊരു സെന്റൻസ്, നിനക്ക് ഇതിൽ നിന്നും ഏത് വേണം എന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കിയേ. നിനക്ക് ഇതിൽ നിന്നും ഏത് വേണം? ആപ്കോ, ഈ നിനക്ക് എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഞാൻ ആപ്കോ, താങ്കൾക്ക് എന്നാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. ഞാൻ ആപ്കോ എന്ന് തന്നെ പറയുള്ളൂ. തൂ തും എന്ന് നമുക്ക് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. മാക്സിമം ആപ്കോ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ആപ്പ് തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഓക്കെ, ആപ്കോ ഇസ്മേസെ കോൺസ ചായേ, ഇസ്മേസെ ഇതിൽ നിന്നും, കോൺസ ഏത്, ചായേ വേണം, നിനക്ക് ഇതിൽ നിന്നും ഏത് വേണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി കോൺസ വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ പറയാണ് ഏത് കടയിൽ നിന്നും വാങ്ങണം. അങ്ങനെ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ എങ്ങനെയാ? കോൺസെ ദുക്കാൻസെ ലേനാഹെ. ലേനാഹെ എന്ന് പറയാം. നമ്മൾ വാങ്ങുക എന്നുള്ളതിന് ഒരു വേർഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഖരീദിന, ഖരീദിനാഹെ. ഖരീദിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് കേട്ടോ. അപ്പോൾ കോൺസ ദുക്കാൻസെ ലേനാഹെ എന്നും നമുക്ക് പറയാം. അതല്ലെങ്കിൽ കോൺസ ദുക്കാൻസെ ഖരീദിനാഹെ. ടീക്കേ. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്ത് ചോദിക്കില്ലേ, എനിക്ക് ഏത് കളറാണ് മാച്ച് ചെയ്യുന്നത് നമ്മൾ ചോദിക്കില്ലേ? അതിനെങ്ങനെയാണ് ചോദിക്കാം? എനിക്ക് ഏത് കളറാണ് സ്യൂട്ട് ആകുന്നത് എങ്ങനെയാണ് ചോദിക്കാം? കോൺസ റംഗ് മുജുപ്പ്. റംഗ് എന്ന് പറയുന്നത് കളർ എന്നാണ് കേട്ടോ. കളർ, ഏത് കളർ, കോൺസ റംഗ്. ഇനിയിപ്പോൾ നിങ്ങൾ കളർ എന്ന് തന്നെ പറഞ്ഞാലും മതി, കുഴപ്പമില്ല. റംഗ് എന്നാണ് ഹിന്ദിയിൽ. കോൺസ റംഗ് മുജുപ്പ് സ്യൂട്ട് കരേഗ മീൻസ് എനിക്ക് ഏത് കളറാണ് മാച്ച്. ഇപ്പം മുജുപ്പർ മുജെ സ്യൂട്ട് ഹോഗ എന്നൊക്കെ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സെന്റൻസ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്, കോൺസ റംഗ് മുജുപ്പർ സ്യൂട്ട് കരേഗ. ഇനി അടുത്ത വേർഡാണ് ക്യൂം. ക്യൂം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ക്യൂമിനോട് സാമ്യമായിട്ട് വരുന്ന ഒരു വേർഡ് ഉണ്ട്, ആലോചിച്ച് നോക്കിക്കോളൂ. കിസ്ലിയെ, എന്തിന് അല്ലേ? നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എങ്ങനെ പറയാം? നമ്മൾ ചോദിക്കില്ലേ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ എന്ന് ചോദിക്കില്ലേ? ആപ്നെ ऐसे क्यों कहा അല്ലെങ്കിൽ കിസ്ലിയെ കഹ, രണ്ടും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ ചോദിക്കില്ല ആരുടെയും, നീ ഇന്നലെ എന്താ പ്രോഗ്രാമിന് വരാഞ്ഞേ അല്ലേ? എന്തുകൊണ്ടാണ് നീ ഇന്നലെ വരാതിരുന്നത് എങ്ങനെയാ ചോദിക്കുക? ആ ക്യൂ നെയ്യായേ. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നീ വരാതിരുന്നത്, മനസ്സിലായോ? ശരി, ഇനി ആ കിസ്ലി നെയ്യായേ, എന്തുകൊണ്ടാണ് നീ വരാതിരുന്നത് അങ്ങനെയും ചോദിക്കാം. പക്ഷെ കൂടുതൽ സ്യൂട്ടാവുന്നത് ക്യൂമാണ്. അത് നമുക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും കേട്ടോ. ശരി, അതുപോലെ തന്നെ നമ്മൾ ചോദിക്കണം, ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാന്ന് പറയുമ്പോൾ നിനക്ക് എന്തുകൊണ്ട് വേണ്ട എന്ന് ചോദിക്കില്ലേ? നിനക്ക് എന്താ വേണ്ടാത്തേ? അതാണ് കേട്ടോ, വേറെ ഒന്നല്ല. നിനക്ക് എന്തുകൊണ്ട് വേണ്ട? ആപ്കോ ക്യൂ നെഹി ചാഹിയേ, ക്യൂ നെഹി ചാഹിയേ കേട്ടോ. ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണം, നെഹി ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണ്ട, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നിനക്ക് എന്തുകൊണ്ട് വേണ്ട? ആപ്കോ ക്യൂ നെഹി ചാഹിയേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് കിസ്ക. കിസ്ക എന്ന് പറഞ്ഞാൽ ആരുടെ,
ഇപ്പോൾ ഒരു പേന കാണിച്ചിട്ട് ഇത് ആരുടെയാന്ന് ചോദിക്കുന്നത് എങ്ങനെയാ? ഏ കലം കിസ്കാ ഹെ, കലം എന്നൊന്നും പറയണ്ട, ഏ പെൻ കിസ്കാ ഹെ. ഓക്കെ, ഇനി ഇത് ആരുടെ വീടാന്ന് ഇനി ചോദിക്കുക. ഏ കിസ്ക ഗർ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരുടെ വീടാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ കച്ചറയൊക്കെ എന്താ പറയുക, വേസ്റ്റൊക്കെ പിള്ളേരെ കട്ട് ചെയ്തത് ഇത് ആരുടെ പണിയാന്ന് ചോദിക്കില്ലേ നമ്മൾ ഇത്തിരി ദേഷ്യത്തിൽ. ഏ കിസ്ക കാമേ, മനസ്സിലായോ? ഇത് ആരുടെ പണിയാണ്, നമ്മൾ ദേഷ്യത്തിൽ ചോദിക്കുന്ന കാര്യമാണ്. ഏ കിസ്ക കാമേ. തിരിച്ചും ചോദിക്കാം. ഇനി നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ നമുക്ക് എന്തെങ്കിലും പണി തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളോട് മാനേജറുണ്ട്, ഇത് ആരുടെ പണിയാണ്, നോർമലി സംസാരത്തിൽ ചോദിക്കാം കേട്ടോ. ഏ കിസ്ക കാമേ, ഇത് ആരുടെ പണിയാണ്, ഇതാരാ ചെയ്യേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇത് ആരുടെ പണിയാണ്, ഏ കിസ്ക കാമേ, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ശരി. ഇപ്പം നമ്മൾ കിസ്ക വെച്ച് കണ്ടു. അപ്പം നമ്മൾക്കൊരു ഡൗട്ട് തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കിസ്ക വെച്ച് പറയുന്നതോടൊപ്പം ഒരു കിസ്കോ എന്ന് കണ്ടാൽ നിങ്ങൾ എന്താ വിചാരിക്കുക? കിസ്കോ എന്ന് പറയുമ്പോൾ അത് വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ പഞ്ചായത്തിൽ ഏതെങ്കിലും ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ കുറേ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് കാണിക്കേണ്ടതുണ്ടായിരിക്കും അല്ലേ, അവിടുത്തെ ഓഫീസറിനെ ആരെങ്കിലും കാണിക്കേണ്ടതുണ്ടായിരിക്കും. നമ്മൾ പിയോട് പോയിട്ട് ചോദിക്കും ഇതാരെ കാണിക്കണം, അവിടെയാണ് നമ്മൾ കിസ്കോ വയ്ക്കുന്നത്, കിസ്ക അല്ല. മനസ്സിലായോ? കിസ്കോ എന്ന് പറഞ്ഞാൽ ഇത് ആരെ കാണിക്കണം, മേ യേ കിസ്കോ ദിക്കാവും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ കിസ്കോ. അല്ലാതെ കിസ്ക കിസ്കോ ആയിട്ടുള്ള ഡിഫറൻസ് ശരിക്കും ഉണ്ട് കേട്ടോ, മനസ്സിലാക്കി വെക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ എന്നാണ് അർത്ഥം വരുന്നത്. ഇത് നമ്മൾ ഒരാളെ കാണിക്കുമ്പോൾ ഇത് ആരെ കാണിക്കണം, അവിടെയാണ് കിസ്കോ വെക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ സുഹൃത്തിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയി ആളെ നമുക്ക് മിസ്സായിരിക്കും, എവിടെയെങ്കിലും കാണാണ്ടായിപ്പോയി. അപ്പം നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കും. അപ്പം നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കുക ആ കിസ്കോ ഡൂണ്ട് രേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്. ഡിഫറൻസ് മനസ്സിലായോ? കിസ്കായുടെയും കിസ്കോയുടെയും ഇതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വേർഡാണ് കിത്തന. കിത്തന എന്ന് പറഞ്ഞാൽ എന്താ? എത്ര. ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ പറയാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആരോടും ചോദിക്കുകയാണ് താങ്കൾക്ക് എത്ര രൂപ വേണം, അപ്പോൾ കിത്തന രൂപയെ ചായേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് എത്ര രൂപ വേണം. മനസ്സിലായോ? ഇനി എത്ര ദൂരം പോകണം അതെങ്ങനെ പറയാം, അതെങ്ങനെ ചോദിക്കുക, എത്ര ദൂരം പോകണം. कितनी दूर जाना है, എന്നുള്ളതിന് ദൂർ അല്ലേ, कितनी दूर जाना है. എത്ര ദൂരം പോകണം. മനസ്സിലായോ? എത്ര പ്രാവശ്യം പറയണം അതെങ്ങനെ പറയാം, നമ്മൾ പറയും നിന്നോടൊക്കെ എത്ര പ്രാവശ്യം പറയണം, कितनी बार बोलना है. മനസ്സിലായോ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് കേസേ. കേസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ഫസ്റ്റ് പറഞ്ഞു തരേണ്ട ഒരു സെന്റൻസ് വിട്ടുപോയതാട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം. കേസേ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ട സെന്റൻസ് ഇതാണ്. എന്താണെന്നറിയോ? ഹൗ ആർ യു. നമ്മൾ ചോദിക്കില്ലേ നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കില്ലേ, അതിനെ ഹിന്ദിയിൽ ചോദിക്കുന്നത് ആപ് കേസേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ സുഖമാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, മേ ടീക്ക് ഹൂം. മനസ്സിലായോ? ടീക്ക് ഹൂം എന്നാണ്, മേ ടീക്ക് ഹൂം. ആപ് കൈസേ ഹോ, മേ ടീക്ക് ഹൂം. അപ്പോൾ കേസേ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരാൾ എന്തെങ്കിലും നല്ല ഭംഗിയിൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്ത് നമ്മളെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണം ഓ ആപ് യേ കൈസേ കിയാ. മനസ്സിലായോ? ഇതെങ്ങനെ നീ ചെയ്തേ, ആപ് യേ കൈസേ കിയാ. ഇനിയിപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമ്മളവിടെ ബഹുത് അച്ഛാ ഹൈ, ആപ് യേ കൈസേ ബനായ. മനസ്സിലായോ? ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. മൺഡേ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ എടുത്ത 15 ഡേയ്സിൽ നിന്നും മാത്രം വരുന്ന ഒരു 20 സെന്റൻസുകൾ ടെസ്റ്റാണ്. ഓക്കെ, എന്നും പറയണ പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.